US ഭരണകൂടത്തിന്റെ ആസ്ഥാനമായ വൈറ്റ് ഹൌസിന് തൊട്ടടുത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ അജ്ഞാതന്റെ വെടിവെപ്പ്. അമേരിക്കയെ നടുക്കിയ ആഭ്യന്തര സുരക്ഷാ വീഴ്ചയിൽ അക്രമിയടക്കം 2 പേർക്ക് വെടിയേറ്റു. പരിക്കേറ്റ അക്രമി പിന്നീട് കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. പരിക്കേറ്റ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ നില ഗുരുതരമാണെന്നാണ് സൂചന. ശനിയാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതീവ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്ത ഈ സംഭവം നടന്നത്. വൈറ്റ് ഹൌസിന് തൊട്ടടുത്തുള്ള അതീവ സുരക്ഷാ മേഖലയിൽ പെട്ടെന്ന് 30ഓളം തവണ വെടിയൊച്ച കേട്ടെന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം. ഇതോടെ പ്രദേശത്ത് വൻ പരിഭ്രാന്തി പരന്നു. വെടിവെപ്പ് നടക്കുമ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിനുള്ളിൽ ഉണ്ടായിരുന്നുവെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇറാനുമായുള്ള സമാധാന കരാർ ചർച്ചകളുമായി ബന്ധപ്പെട്ട് തന്റെ ഉന്നതതല നയതന്ത്ര സൈനിക ഉപദേശകരുമായി നിർണായക കൂടിക്കാഴ്ച നടത്തുന്നതിനായി ഓഫീസിൽ തുടരുകയായിരുന്നു ട്രംപ്. വെടിവെപ്പ് ശബ്ദം കേട്ടയുടൻ തന്നെ വൈറ്റ് ഹൌസ് പൂർണ്ണമായും സുരക്ഷാ ഏജൻസികളുടെ നിയന്ത്രണത്തിലാവുകയും ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പൂർണ്ണ സുരക്ഷിതനാണെന്നും അദ്ദേഹത്തെ സുരക്ഷിത താവളത്തിലേക്ക് മാറ്റിയതായും വൈറ്റ് ഹൌസ് വക്താക്കൾ അറിയിച്ചു. വാർത്താ സമ്മേളനങ്ങൾക്കായി നിരവധി അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകരും ഈ സമയം വൈറ്റ് ഹൌസ് പരിസരത്തുണ്ടായിരുന്നു. ഇവരെയും ഉദ്യോഗസ്ഥർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. സംഭവ സ്ഥലത്തേക്ക് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സംഘം അടിയന്തരമായി എത്തിച്ചേർന്നിട്ടുണ്ട്. US പ്രസിഡന്റിന്റെ സുരക്ഷാ ചുമതലയുള്ള സീക്രട്ട് സർവീസ് ആവശ്യമായ എല്ലാ അടിയന്തര പ്രതിരോധ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് FBI ഡയറക്ടർ ക്യാഷ് പട്ടേൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അക്രമത്തിന് പിന്നിലെ കൃത്യമായ ലക്ഷ്യമോ അക്രമിയുടെ വിവരങ്ങളോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. മിഡിൽ ഈസ്റ്റ് സമാധാന ചർച്ചകൾ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ നിർണായക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വൈറ്റ് ഹൌസിന് നേരെയുണ്ടായ ആക്രമണത്തെ അതീവ ഗൗരവത്തോടെയാണ് രാജ്യാന്തര നിരീക്ഷകർ വീക്ഷിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള വല്ല ഗൂഢാലോചനയും ഇതിനു പിന്നിലുണ്ടോ എന്നും അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. വൈറ്റ് ഹൌസിന്റെ സുരക്ഷാ ചരിത്രത്തിലെ ഏറ്റവും ആശങ്കാജനകമായ നിമിഷങ്ങളിൽ ഒന്നാണിത്. മിഡിൽ ഈസ്റ്റിൽ ഒരു നിർണായക സമാധാന പ്രഖ്യാപനത്തിന് US ഒരുങ്ങുമ്പോൾ ഭരണസിരാ കേന്ദ്രത്തിന് തൊട്ടരികിലുണ്ടായ ഈ അക്രമം വെറുമൊരു സാധാരണ ക്രമസമാധാന പ്രശ്നമായി കാണാൻ സാധിക്കില്ല. ഇറാനുമായുള്ള സമാധാന കരാറിന്റെ അന്തിമ ചർച്ചകൾ വൈറ്റ് ഹൌസിനുള്ളിൽ പുരോഗമിക്കുമ്പോഴാണ് പുറത്ത് വെടിയൊച്ച കേൾക്കുന്നത്. ഈ ആക്രമണം അമേരിക്കയിലെ യുദ്ധവിരുദ്ധ ചേരികളെ ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ ഇറാനുമായുള്ള ഒത്തുതീർപ്പിനെ എതിർക്കുന്ന തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളുടെ ഭീഷണിയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ചർച്ചകളിൽ നിന്ന് USനെ പിന്തിരിപ്പിക്കാനുള്ള ആസൂത്രിത ശ്രമമാണോ ഇതിനു പിന്നിലെന്നാണ് നയതന്ത്ര വിദഗ്ധർ ഉറ്റുനോക്കുന്നത്.